ഇതെന്ത് പരിപാടി എനിക്ക് മനസ്സിലാവുന്ന കാല് കിരിയില്ല കേട്ടാ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് PDF പ്രിപ്പറേഷൻ ആണ്. 4 കിലോ പുഴുങ്ങിയ ബീഫ്, അതിനുശേഷം അത് കുക്കറിലെടുത്ത് നല്ല വേവിച്ചെടുക്കുക. പിന്നെ പീസായി വറുത്തെടുക്കുക, അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഇതുപോലെ വറുത്തെടുക്കുക. എന്നിട്ട് പേപ്പറിൽ ഇടുക. തുടർന്ന് വീണ്ടും സ്റ്റവ് ചൂടാക്കുക, ഉള്ളി ഇടുക, കറിവേപ്പിലിട്ട് പിന്നെ ഇതെല്ലാം കൂടി ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ചൂടാക്കുക. ഈ ചൂടാക്കുന്ന പ്രോസസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിൽ തുമ്മലും ജലദോഷമൊക്കെ വരും, കാര്യമാക്കണ്ട. വീണ്ടും ചൂടാക്കുക. അതിന് അസിസ്റ്റന്റാണ് പോകുന്നത്. സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടുള്ള ആളാണ്. ഈ വന്നത് കുരുമുളക് കൂടെ മേടിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ സർ. ഓക്കെ. അദ്ദേഹം എഴുതൊരു പൊതി എടുക്കുന്നുണ്ട്. ആ പൊതിയല്ല, അല്ല, പേപ്പറിലിട്ട ബീഫാണ്. അറിയില്ല. ബീഫ് എടുക്കുമ്പോൾ ചട്ടി ഓഫ് ആക്കുക. ബീഫ് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരെ ചട്ടിയിലോട്ട് ഉള്ളി, കാപ്സിക്ക തുടങ്ങിയൊക്കെ ഇട്ടിട്ട് നേരെ ചട്ടിയിലോട്ട് ഇട്ടു. സാധനം ഇട്ടു. ആ പറഞ്ഞ മക്കൾ കാര്യമാക്കണ്ട. ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഇടാൻ പോകുന്ന വീഡിയോ ആണ്. സോ ഏതോ ഒരു കോപ്പന്റെ ബിയർ വീണ്ടും അദ്ദേഹം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, 3 കിലോ ബീഫാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു ചട്ടി 3 കിലോ ബീഫും PDF ആക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം കഴിക്കുന്നത് എന്റെ സോയാ സോസ് ഒഴിച്ചോണ്ടിരിക്കുകയാണ്. അദ്ദേഹം സോയാ സോസ് ഒഴിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. സോയാ സോസ്, ടൊമാറ്റോ സോസ്. അടുത്തത് ടൊമാറ്റോ സോസ് അദ്ദേഹം ഒഴിച്ചു. അടുത്തത് അദ്ദേഹം ഒഴിക്കാൻ പോകുന്ന ചില്ലി സോസ് ആണ്. ആവശ്യത്തിന് അരി വേണ്ടവർ കൂട്ടിയിടുക, അല്ലാത്തവർ കുറച്ചിടുക. ചില്ലി സോസ്. ചില്ലി സോസ് അദ്ദേഹം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലവണ്ണം കുലുക്കുക, ഇളക്കി മറിയണം. കാരണം 2 കൊല്ലമായിട്ട് പാക്കറ്റിലിരിക്കുന്ന സോസ് ആയിരിക്കും. ചില്ലി സോസ് എടുത്തു. അയ്യോ പോയി. അദ്ദേഹം ചില്ലി സോസ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പോയി സാധനം പോയി. ചില്ലി സോസ് ഒഴിച്ചു. തുടർന്ന് അദ്ദേഹം അയ്യോ എന്റെ പൊന്നണ്ണ പോയി, സംഭവം പോയി. അദ്ദേഹം സോസുകളൊക്കെ മാറ്റി വെച്ചു. പോടത്തണ്ടി. വീണ്ടും അദ്ദേഹം ഏതോ സ്വിച്ചുകളൊക്കെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പായസം റെഡി ആവുന്നതാണ്. മുളകൊക്കെ പിടിച്ച കൈകൊണ്ട് നീ പ്രിപ്പറേഷൻ ആണെന്നിരിക്കുന്നു. അദ്ദേഹം വീണ്ടും ആ നോക്കിയിരിക്കുന്ന അദ്ദേഹം അസിസ്റ്റന്റ് ആണ്, കാര്യമാക്കണ്ട. വീണ്ടും വൻ കുക്കിംഗ് ആണ്. ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധനം BDF ആണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് 4 കിലോ BDF റെഡി ആവുന്നതാണ്. റെഡിയായി, സാധനം എടുത്തുകൊണ്ടുപോയി. ഓടി വരൂ. ചട്ടിയിലോട്ടിട്ടു. സാധനം ചട്ടിയിലോട്ടിട്ടു. അത് ടേസ്റ്റ് നോക്കുന്നു. ഓ ഫൈൻ.
4 കിലോ BDF. ഇത് മാർക്കറ്റിൽ നിങ്ങൾ ഹോട്ടലിൽ ചെന്ന് മേടിക്കേണ്ട ഒരു 1000 രൂപയാവും. പക്ഷെ ഞങ്ങൾക്ക് ചെലവ് വെറും 200 രൂപ മാത്രം. സോറി, 4 കിലോ ബീഫ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി കുറച്ചും കൂടി ചെലവുകൾ ചേർക്കാറുണ്ട്. ഇനിയും എന്തോ ബാക്കിയുണ്ട്, നോക്കട്ടെ. സവാള ഇട്ടു, ഗിരിഗിരി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊരിച്ചോളൂ. അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് വേണം ഇങ്ങനെ ഗിരിഗിരി ആക്കാൻ. അദ്ദേഹം എന്തൊക്കെ ഞെക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം വേറെന്തോ പെറുക്കുന്നു. ഇതൊക്കെ കുറെ പച്ച ഇരകളൊക്കെ ഇട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ക്യാപ്സിക്ക, കുരുമുളക് അല്ല കരിവേപ്പില എന്നീ സാധനങ്ങൾ വറുത്ത എണ്ണ കുറച്ച് ഒഴിച്ച് പിന്നെയും ചക്ക 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 അരക്കിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും സ്വിച്ച് ചെയ്യെങ്കിൽ ഏത് നിമിഷങ്ങൾക്കുള്ളിൽ അത് പൊട്ടിപ്പുറപ്പെടുന്നതാണ്. ഇല്ല, നോ പ്രോബ്ലം. നമ്മൾ കഴിച്ചു തുടങ്ങണം 2 ബിരിയാണി. വീണ്ടും അദ്ദേഹം അത്യുക്തമായി അദ്ദേഹം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തുമ്മി മസാല അത്യാവശ്യം പുഷ്ടിപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അത് കരയിച്ചു കൊണ്ടിരിക്കുകയാണോ? എന്താണ് കുക്ക് ചെയ്യുന്നത് മിസ്റ്റർ ചെഫ്? വിളക്കൂ. ക്യാപ്സിക്കോ ബാക്കിയെല്ലാം നല്ല ചൊക്ക കളറിൽ അദ്ദേഹം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അദ്ദേഹം സ്വിച്ച് ചെയ്യിക്കൊണ്ടിരിക്കുന്നു. അതാ ഓഫാക്കി. ഇനി അടുത്ത പ്രിപ്പറേഷൻ അദ്ദേഹം ഞങ്ങളുടെ ആദ്യത്തെ പ്രിപ്പറേഷനിലെ പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പൊടി ഇട്ടു. ഇത് ഞങ്ങൾ ആദ്യമായിട്ട് പാളിപ്പോയ സാധനമാണ്. അദ്ദേഹം അത് വിദഗ്ധമായിട്ട് ഈ നിർമ്മിച്ച മിശ്രിതം 2 കിലോ ബീഫ്. ഇത് ഒരു വെറൈറ്റി ഡിഷാണ്. ഫസ്റ്റിലെത്തത് ചില്ലി ബീഫ് ഡ്രൈ ഫ്രൈയും, ഇപ്പോഴത്തേത് വേറെ ഒരു ഡിഫറെന്റ് ഐറ്റമാണ്. നേരത്തെ വെച്ച അതേപോലെ തന്നെ അദ്ദേഹം സോയാബീൻ സോസ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോയ സോസ് വീണ്ടും ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വരുന്നത് ടൊമാറ്റോ സോസ്. കണ്ടോ ആ മുഖം കണ്ടോ? എന്തൊരു പുഷ്ടി, എത്ര എക്സ്പീരിയൻസ്. ടൊമാറ്റോ സോസ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ടൊമാറ്റോ സോസ് ഒഴിച്ചു കഴിഞ്ഞു. ചില്ലി സോസ്. ഇനി വേറെ സോസുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒഴിക്കുന്നില്ല. അദ്ദേഹം വീണ്ടും ഞെക്കിയിരിക്കുകയാണ്. ചക്ക 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 ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ പുഷ്ടിയോടുകൂടി അടുത്ത BDF ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആ ഒരു കുക്കിന് മാത്രമേ ഇങ്ങനെ BDF ഉണ്ടാക്കാൻ പറ്റൂ. മാർക്കറ്റിൽ ഇതിന് ഏകദേശം നല്ല $1 മില്യൺ വില വരുന്ന സാധനമാണ്. BDF വളരെ ശക്തമായി ഡിസ്റ്റർബൻസ്. ഏഷ്യാനെറ്റ് ശ്രോതാക്കൾ ക്ഷമിക്കണം. ഇതാ വീണ്ടും BDF ചട്ടിയിലോട്ട്. ഈ 4 കിലോ BDF ചൂടപ്പം പോലെ 10 മിനിറ്റ് കൊണ്ട് ഒഴിവാക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അദ്ദേഹം അവസാനമായിട്ട് അദ്ദേഹം മല്ലിച്ചപ്പ് ഒരു ഹരിതഭംഗി വരുത്താൻ വേണ്ടി അദ്ദേഹം പച്ച കളർ സാധനങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മല്ലിയില വെച്ചോണ്ടിരിക്കുന്നത്. പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തത് സ്വന്തം പുഷ്കോ. അതിനിപ്പോ എങ്ങനെ കളയാം? സ്വന്തം പുഷ്കോ ആണ്.